സംസ്ഥാനത്ത് വീണ്ടും വൈദ്യുതി നിയന്ത്രണം പ്രഖ്യാപിച്ചു. ജൂൺ 30 വരെ വൈകുന്നേരം 6 മണി മുതൽ രാത്രി 12 മണി വരെ മിതമായ നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് KSEB. സംസ്ഥാനത്ത് കേബിൾ TV സേവനങ്ങളുടെ നിരക്കുകൾ ഉയർത്തുമെന്ന് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ. വർദ്ധിച്ചുവരുന്ന പ്രവർത്തന ചെലവും പേ ചാനൽ നിരക്കുകളിലെ വലിയ വർധനവുമാണ് തീരുമാനത്തിന് കാരണമെന്ന് അസോസിയേഷൻ. കൊടുങ്ങല്ലൂർ നഗരസഭയിൽ LDF കൗൺസിലർമാർ രാപ്പകൽ സമരം ആരംഭിച്ചു. നഗരസഭയിലെ വിവിധ റോഡുകളുടെ നിർമ്മാണത്തിലുണ്ടായ അനാസ്ഥയെ തുടർന്നാണ് പ്രതിഷേധം. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. സംസ്ഥാനത്ത് വീണ്ടും വൈദ്യുതി നിയന്ത്രണം പ്രഖ്യാപിച്ചു. ജൂൺ 30 വരെ വൈകുന്നേരം 6 മണി മുതൽ രാത്രി 12 മണി വരെ മിതമായ നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് KSEB അറിയിച്ചു. വൈദ്യുതി ലഭ്യതയിലുണ്ടായ കുറവാണ് നടപടിക്ക് കാരണമെന്നാണ് വിശദീകരണം. എൽനിനോ പ്രതിഭാസത്തെ തുടർന്നുള്ള ഉയർന്ന താപനിലയും വൈദ്യുതി ആവശ്യകതയിലെ വർധനവും സംസ്ഥാനത്തെ വൈദ്യുതി രംഗത്ത് പ്രതിസന്ധി സൃഷ്ടിച്ചതായി KSEB വ്യക്തമാക്കി. നിലവിൽ ഏകദേശം 900 മെഗാവാട്ടിന്റെ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പവർ എക്സ്ചേഞ്ച് വഴിയുള്ള വൈദ്യുതി ലഭ്യതയിലും കുറവുണ്ടായിട്ടുണ്ട്. മൺസൂൺ എത്തിയിട്ടും മഴ ശക്തമാകാത്തതിനെ തുടർന്ന് വൈദ്യുതി ഉപഭോഗം പ്രതീക്ഷിച്ചതിലും ഉയർന്ന് ഏകദേശം 4900 മെഗാവാട്ട് വരെ എത്തിയതായും അധികൃതർ അറിയിച്ചു. ദൈനംദിന ഉപഭോഗത്തിൽ 10 ദശലക്ഷം യൂണിറ്റിന്റെ വർധനയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വായ്പയായി വാങ്ങിയ വൈദ്യുതി ജൂൺ 16 മുതൽ തിരിച്ചു നൽകേണ്ട സാഹചര്യം കൂടി വന്നതോടെ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമായതായി KSEB വ്യക്തമാക്കുന്നു. സാഹചര്യം വിലയിരുത്താൻ വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫിന്റെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു. ദൈനംദിന കരാറുകൾ വഴി പരമാവധി വൈദ്യുതി ഉറപ്പാക്കാനും ആവശ്യമെങ്കിൽ നിയന്ത്രണങ്ങൾ കടുപ്പിക്കാനും KSEBക്ക് അനുമതി നൽകിയിട്ടുണ്ട്. ജൂൺ 30 വരെ വൈകുന്നേരം 6 മുതൽ രാത്രി 12 മണി വരെ മിതമായ നിയന്ത്രണം തുടരുമെന്നാണ് KSEBയുടെ അറിയിപ്പ്. മീഡിയ ടൈം, കൊച്ചി. സംസ്ഥാനത്ത് കേബിൾ TV സേവനങ്ങളുടെ നിരക്കുകൾ ഉയർത്തുമെന്ന് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ അറിയിച്ചു. വർദ്ധിച്ചുവരുന്ന പ്രവർത്തന ചെലവും പേ ചാനൽ നിരക്കുകളിലെ വലിയ വർധനവുമാണ് തീരുമാനത്തിന് കാരണമെന്ന് അസോസിയേഷൻ വ്യക്തമാക്കുന്നു. ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങൾക്ക് മുന്നോടിയായി വിവിധ പേ ചാനലുകളിലെ ബ്രോഡ്കാസ്റ്റിംഗ് നിരക്കുകൾ വലിയ തോതിൽ ഉയർന്നതായി കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പറയുന്നു. ഇതോടെ സേവന മേഖലയിൽ കടുത്ത സാമ്പത്തിക സമ്മർദ്ദം നേരിടുന്നതായും അവർ വ്യക്തമാക്കുന്നു. വിലക്കയറ്റവും ഉപകരണങ്ങളുടെ ചെലവുയർച്ചയും പ്രവർത്തന ചെലവ് താങ്ങാൻ കഴിയാത്ത നിലയിലാക്കിയതായും അസോസിയേഷൻ ആരോപിക്കുന്നു. ഈ സാഹചര്യത്തിൽ നിലവിലെ നിരക്കിൽ സേവനം തുടരുന്നത് പ്രായോഗികമല്ലെന്നും അവർ പറയുന്നു. ഉപഭോക്താക്കൾക്ക് മികച്ച നിലവാരത്തിലുള്ള സേവനം ഉറപ്പാക്കുന്നതിനായാണ് നിരക്ക് വർധനവ് അനിവാര്യമാക്കിയതെന്ന് കേരള വിഷൻ വ്യക്തമാക്കി. ലോകകപ്പ് പോലുള്ള വലിയ കായിക ഇവന്റുകൾ സംപ്രേഷണം ചെയ്യുന്നതിനായി പേ ചാനൽ കമ്പനികൾക്ക് വലിയ തുക നൽകേണ്ട സാഹചര്യമുണ്ടെന്നും അവർ അറിയിച്ചു. ദൈനംദിന അവശ്യ വസ്തുക്കളുടെ വില വർധനയും പ്രവർത്തന ചെലവുകളുടെ വർധനയും കാരണം നിലവിലെ നിരക്കിൽ സേവനം തുടരാൻ കഴിയാത്ത സാഹചര്യമാണെന്നും കേരള വിഷൻ വ്യക്തമാക്കി. ഉപഭോക്താക്കൾ സഹകരിക്കണമെന്ന് സംഘടന അഭ്യർത്ഥിച്ചു. പുതുക്കിയ നിരക്കുകൾ ഉടൻ പ്രാബല്യത്തിൽ വരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ക്ലാസിക് പ്രൈം 270 രൂപ, ഇക്കണോമി 300 രൂപ, ഡിജിറ്റൽ പ്രീമിയം HD 350 രൂപ എന്നിങ്ങനെയാണ് പുതിയ നിരക്കുകൾ. മീഡിയ ടൈം, മാള. കൊടുങ്ങല്ലൂർ നഗരസഭയിൽ LDF കൗൺസിലർമാർ രാപ്പകൽ സമരം ആരംഭിച്ചു. നഗരസഭയിലെ വിവിധ റോഡുകളുടെ നിർമ്മാണത്തിലുണ്ടായ അനാസ്ഥയെ തുടർന്നാണ് പ്രതിഷേധം. രാപ്പകൽ സമരം നഗരസഭ ചെയർപേഴ്സൺ ഹണി പീതാംബരൻ ഉദ്ഘാടനം ചെയ്തു. ശിവാലയ കമ്പനി ടെൻഡർ എടുത്തിട്ടും നഗരസഭയിലെ പ്രധാന റോഡുകളുടെ നിർമ്മാണം വൈകുന്നതിനെതിരെയാണ് സമരം. പുല്ലൂറ്റ് ഗുരുശ്രീ റോഡ്, TK പുരം പടന്ന റോഡ്, കക്കമാടൻ തുരുത്ത് VK രാജൻ റോഡ്, ചന്തപുര ഉഴവത്തുകടവ് റോഡിന്റെ ആരംഭ ഭാഗം എന്നിവയുടെ നിർമ്മാണം ആരംഭിക്കാത്തതാണ് പ്രധാന ആരോപണം. നിർമ്മാണ പ്രവർത്തനങ്ങളിൽ അനാസ്ഥ തുടരുന്നതിനെതിരെ പുല്ലൂറ്റ് കടവിൽ നടക്കുന്ന കമ്പനിയുടെ മണ്ണെടുപ്പ് കൗൺസിലർമാർ തടഞ്ഞു. ഇതോടെയാണ് പ്രതിഷേധം ശക്തമായത്. രാപ്പകൽ സമരം നഗരസഭ ചെയർപേഴ്സൺ ഹണി പീതാംബരൻ ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, നമ്മുടെ നാടിൻ്റെ വികസനം എന്ന് പറയുന്നത് നാടിൻ്റെ ഒരു എല്ലാവരുടെയും ഒത്തൊരുമയാണ്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് NH വന്നതിൻ്റെ ഭാഗമായിട്ട് നഗരസഭയും അതോടൊപ്പം ചേർന്നുകൊണ്ട് പ്രവർത്തിച്ച് മുന്നോട്ട് പോയി. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ റോഡുകൾ, നമുക്കറിയാം, റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സാമഗ്രികളൊക്കെ തന്നെ എത്തിക്കേണ്ടി വരുമ്പോൾ നമ്മൾ നഗരസഭ അതിനെ സഹായിക്കണം എന്നുള്ളത് ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്ന രീതിയിൽ അത് നടന്നു പോയത് തന്നെയാണ്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ പല പ്രദേശത്തു നിന്നും മണലെടുക്കുകയും ആ മണൽ എടുത്തു പോകുന്ന ഭാഗങ്ങളിൽ അവിടുത്തെ റോഡുകൾ
കൃത്യമായിട്ട് നന്നാക്കി തരാം എന്നുള്ള എഗ്രിമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ശിവാലയ കമ്പനിയും ഓറിയൻ്റൽ കമ്പനിയും അന്ന് എഗ്രിമെൻറ്റ് വെച്ചിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ നമുക്കറിയാം, ഒരു ദിവസം കൊണ്ട് തീരുന്നതല്ല ഒരു നാഷണൽ ഹൈവേ പ്രവർത്തനം എന്നത്. CPM ഏരിയ കമ്മിറ്റി സെക്രട്ടറി മുസ്താഖ് അലി, CPI ജില്ലാ കൗൺസിൽ അംഗം PP സുഭാഷ് എന്നിവർ സമരത്തിന് പിന്തുണ അറിയിച്ചു. PN രാമദാസ് അധ്യക്ഷത വഹിച്ചു. റസോജ ഹരിദാസ്, KK ഹാഷിഖ്, PN വിനയചന്ദ്രൻ, CR ജിതിൻ തുടങ്ങിയവർ സംസാരിച്ചു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. വടക്കാഞ്ചേരിയിൽ സ്കൂൾ വിദ്യാർത്ഥികളെ ബസ്സിൽ കയറാൻ അനുവദിക്കാതിരുന്ന സ്വകാര്യ ബസ് കണ്ടക്ടറുടെ നടപടി വിവാദമായി. വിദ്യാർത്ഥികൾ കൈകൂപ്പി അപേക്ഷിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ സംഭവത്തിൽ വ്യാപക പ്രതിഷേധം ഉയരുകയാണ്. കുന്നുംകുളം റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സിലാണ് സംഭവം നടന്നത്. കഴിഞ്ഞ ദിവസം വൈകുന്നേരം വടക്കാഞ്ചേരി നഗരത്തിലെ ഒരു സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ബസ്സിൽ കയറാൻ ശ്രമിച്ചത്. ആദ്യം 3 കുട്ടികൾ ബസ്സിൽ കയറിയതിന് പിന്നാലെ മറ്റ് വിദ്യാർത്ഥികളെ കണ്ടക്ടർ തടയുന്നതും തുടർന്ന് കുട്ടികൾ ബസ്സിൽ കയറാൻ കൈകൂപ്പി അപേക്ഷിക്കുന്ന ദൃശ്യങ്ങളുമാണ് പുറത്തു വന്നത്. സംഭവത്തിൽ SFI മോട്ടോർ വാഹന വകുപ്പ് അധികൃതർക്ക് പരാതി നൽകിയിട്ടുണ്ട്. വിഷയത്തിൽ MVD ഇടപെട്ട് കണ്ടക്ടർ ലൈസൻസ് റദ്ദാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. മീഡിയ ടൈം, തൃശൂർ. മാളയിലെ ചരിത്രപ്രസിദ്ധമായ ജൂത സിനഗോഗ് കെട്ടിടത്തിന്റെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഉയർന്ന അനാസ്ഥ ആരോപണങ്ങളിൽ പ്രതികരണവുമായി മുസരിസ് പ്രൊജക്ട് ലിമിറ്റഡ് രംഗത്തെത്തി. കെട്ടിടത്തിന്റെ സംരക്ഷണ ചുമതലയുള്ള ഏജൻസിയുടെ വിശദീകരണം ജില്ലാ കളക്ടർക്ക് സമർപ്പിച്ചിട്ടുണ്ട്. കേരള പുരാവസ്തു വകുപ്പിന്റെ സംരക്ഷിത സ്മാരക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള മാള ജൂത സിനഗോഗിന്റെ സമഗ്ര സംരക്ഷണ പ്രവർത്തനങ്ങൾക്കായി സ്റ്റീൽ ഇൻഡസ്ട്രിയൽസ് കേരള ലിമിറ്റഡിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും ഇതിനായി കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്നും മുസരിസ് പ്രൊജക്ട്സ് ലിമിറ്റഡിന്റെ മാനേജിംഗ് ഡയറക്ടർ ജില്ലാ കളക്ടർക്ക് നൽകിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കി. കഴിഞ്ഞ വർഷം ജൂൺ 12-നാണ് സിനഗോഗ് കെട്ടിടത്തിന്റെ മേൽക്കൂര തകർന്നു വീണത്. ഒരു വർഷം പിന്നിട്ടിട്ടും കാര്യമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കാത്ത സാഹചര്യത്തിൽ പുനരന്വേഷണവും ശാസ്ത്രീയ പുനരുദ്ധാരണവും ആവശ്യപ്പെട്ട് പൊതുപ്രവർത്തകൻ ഷാൻഡി ജോസഫ് തട്ടകത്ത് ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിരുന്നു. പരാതിയുടെ അടിസ്ഥാനത്തിൽ മുസരിസ് പ്രൊജക്ട്സ് ലിമിറ്റഡിനോട് റിപ്പോർട്ട് തേടിയ ജില്ലാ കളക്ടർക്ക് നൽകിയ വിശദീകരണത്തിലാണ് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതിനാൽ ഏകദേശം 1 മാസത്തോളം പ്രവർത്തനങ്ങൾക്ക് കാലതാമസം നേരിട്ടതായി അറിയിച്ചത്. മേൽക്കൂര പുനർനിർമ്മിക്കുന്നതിന് ആവശ്യമായ തേക്ക് തടികൾ സംരംഭിച്ചതിന് ശേഷമേ പ്രവൃത്തികൾ ആരംഭിക്കാൻ കഴിയുകയുള്ളൂവെന്നും ആവശ്യമായ മരപ്പണികൾ പൂർത്തിയാക്കുന്നതിനോടൊപ്പം മറ്റ് അറ്റകുറ്റപ്പണികളും സമയബന്ധിതമായി നടപ്പാക്കാൻ നിർമ്മാണ ഏജൻസിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. മേൽക്കൂരയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെന്നും അടിയന്തര നടപടി വേണമെന്നും ആവശ്യപ്പെട്ട് നേരത്തെ ഗ്രാമപഞ്ചായത്തിനും ജില്ലാ കളക്ടർക്കും പരാതി നൽകിയിരുന്നുവെങ്കിലും സമയബന്ധിതമായ ഇടപെടൽ ഉണ്ടായില്ലെന്നും ഇതാണ് പിന്നീട് മേൽക്കൂര തകർന്നു വീഴാൻ കാരണമായതെന്നും ഷാൻഡി ജോസഫ് തട്ടകത്ത് ആരോപിച്ചു. മാളയിലെ ചരിത്ര പ്രാധാന്യമുള്ള ജൂത സിനഗോഗിന്റെ സംരക്ഷണം, പുനരുദ്ധാരണം, വികസനം എന്നിവയിൽ മുസരിസ് പ്രൊജക്ട്സ് ലിമിറ്റഡ് പൂർണ്ണമായും പ്രതിജ്ഞാബദ്ധമാണെന്നും മാനേജിംഗ് ഡയറക്ടർ നൽകിയ മറുപടിയിൽ വ്യക്തമാക്കുന്നു. മീഡിയ ടൈം, മാള. MGNREGA പദ്ധതിയിൽ വലിയ മാറ്റത്തിന് വഴിയൊരുക്കുന്നു. നിലവിലെ സംവിധാനത്തിൽ നിന്ന് പുതിയ VBGRMMG പോർട്ടലിലേക്ക് മാറാനുള്ള നടപടികൾ വേഗത്തിലാക്കണമെന്ന് സർക്കാർ ഗ്രാമപഞ്ചായത്തുകൾക്ക് നിർദ്ദേശം നൽകി. 2026 ജൂലൈ 1 മുതൽ പുതിയ സംവിധാനം നിലവിൽ വരും. പുതിയ VBGRMMG പോർട്ടലിലേക്ക് മാറ്റം സുഖപ്രദമായി നടപ്പാക്കുന്നതിനായി എല്ലാ ഗ്രാമപഞ്ചായത്തുകളും തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. നിലവിലുള്ള MGNREGA പോർട്ടലിലെ മുഴുവൻ വിവരങ്ങളും പുതിയ സംവിധാനത്തിലേക്ക് മാറ്റപ്പെടും. ഇതിനായി 2026 ജൂൺ 30-നകം ബാക്കിയുള്ള എല്ലാ ഫണ്ടുകളും ബാധ്യതകളും തീർപ്പാക്കണം. അതിനുശേഷമുള്ള ബാധ്യതകൾ NREGA സോഫ്റ്റ്വെയറിൽ രേഖപ്പെടുത്തണമെന്നും സർക്കുലറിൽ വ്യക്തമാക്കുന്നു. തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട തൊഴിലാളികളുടെ വിവരങ്ങൾ കൃത്യമായി പുതുക്കണം. കൂടാതെ യൂണിഫൈഡ് മെഷർമെന്റ് ബുക്ക് രേഖകൾ അപ്ഡേറ്റ് ചെയ്യണമെന്നും നിർദ്ദേശമുണ്ട്. പെൻഡിംഗ് പ്രവൃത്തികൾ ക്രമീകരിച്ച് പൂർത്തിയാക്കുകയും അംഗീകരിച്ച ലേബർ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട നടപടികൾ സമയപരിധിക്കുള്ളിൽ അവസാനിപ്പിക്കുകയും ചെയ്യണമെന്ന് സർക്കുലർ വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക്, മീഡിയ ടൈം. മാളപ്പള്ളിപ്പുറം സെന്റ് ആന്റണീസ് UP സ്കൂളിലെ വിദ്യാർത്ഥികൾക്കായി സ്കൂൾ കളിമുറ്റം ടൈൽ പാകി നവീകരിച്ച് നൽകി പൂർവ്വ വിദ്യാർത്ഥി സംഘടന മാതൃകാപരമായ പ്രവർത്തനം നടത്തി. കളിമുറ്റത്തിന്റെ ഉദ്ഘാടനം സ്കൂൾ മാനേജർ ഫാദർ പോൾ തോമസ് കുര്യാപ്പള്ളി നിർവഹിച്ചു. കളിമുറ്റം കുട്ടികൾക്കുള്ള പ്രവേശനോത്സവ സമ്മാനമായിട്ടെന്നാണ് വിശേഷം. 2000 ചതുരശ്ര അടി വിസ്തൃതിയുള്ള സ്കൂൾ മുറ്റമാണ് കുട്ടികൾക്ക് കൂടുതൽ സുരക്ഷിതമായ രീതിയിൽ ടൈൽ പാകി നവീകരിച്ചത്.
അക്ഷരമുത്തശ്ശിയുടെ പൂർവ്വ വിദ്യാർത്ഥികൾ ഒരുമിച്ച് ചേർന്ന് പദ്ധതിക്ക് കൈത്താങ്ങായി. കളിമുറ്റത്തിന്റെ ഉദ്ഘാടനം സ്കൂൾ മാനേജർ ഫാദർ പോൾ തോമസ് കുര്യാപ്പള്ളി നിർവഹിച്ചു. ചടങ്ങിൽ OSA പ്രസിഡന്റും മാള ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുമായ ബൈജു പാറേക്കാടൻ, 2ാം വാർഡ് മെമ്പർ സുജാത വിജയൻ, PTA പ്രസിഡന്റ് പ്രസീജ ഷൈജൻ, പ്രധാന അധ്യാപിക സീമ വിജയ്, അധ്യാപകർ, രക്ഷിതാക്കൾ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു. OSAയും PTAയും ചേർന്ന് നടത്തിയ ആക്രി ചലഞ്ച്, ബിരിയാണി ചലഞ്ച് എന്നിവയിലൂടെ സമാഹരിച്ച തുകയോടൊപ്പം പൂർവ്വ വിദ്യാർത്ഥികളെ സഹകരണവും ചേർന്നാണ് പദ്ധതി പൂർത്തിയാക്കിയത്. കുട്ടികൾക്ക് പ്രവേശനോത്സവ സമ്മാനമായി കളിമുറ്റം സമർപ്പിച്ചതോടെ സ്കൂളിൽ ആഘോഷാന്തരീക്ഷം നിറഞ്ഞു. നമ്മുടെ സ്കൂളിൽ കുറച്ച് കുട്ടികൾക്ക് കളിക്കാൻ കഴിയുന്ന ഊഞ്ഞാലും മറ്റ് സംവിധാനങ്ങളൊക്കെ ഒരുക്കിയപ്പോൾ നമ്മുടെ OSA അതിൻ്റെ മുമ്പിലേക്ക് കടന്നു വന്നിട്ട് ഇവിടെ കൈവരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്യാം, അതിന് PTAയുടെ പൂർണ്ണ പിന്തുണയുണ്ട് എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്ന് കുറച്ച് തുടങ്ങി അവസാനം ഏകദേശം 1,70,70,000 രൂപയോളം വില വരുന്ന ഈ ടൈല് ഇവിടെ ഇടാനായിട്ട് സഹായിച്ചതാണ്. മീഡിയ ടൈം മാള. കാഫിർ സ്ക്രീൻഷോട്ടിന് പിന്നിൽ CPMൽ ഉന്നതരെന്ന് ഷാഫി പറമ്പിൽ MP. പ്രചരിപ്പിച്ചവരെ മാത്രമല്ല പിന്നിൽ പ്രവർത്തിച്ചവരെയും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണമെന്നും ഷാഫി ആവശ്യപ്പെട്ടു. DYFI CPM നേതാവ് തന്നെ പ്രതിയായതോടെ അന്ന് തനിക്കെതിരെ പ്രചരണം നടത്തിയവർ മാപ്പ് പറയണമെന്നും ഷാഫി ആവശ്യപ്പെട്ടു. ഇത്ര ഹീനമായൊരു ശ്രമം നടത്തിയ ഒരാളെ രാഷ്ട്രീയമായും നിയമപരമായും സംരക്ഷിക്കുമെന്ന് കേരളത്തിലെ ഒരു യുവജന സംഘടനയ്ക്ക് ജനങ്ങളുടെ മുമ്പിൽ പറയാൻ പറ്റുമോ? ഈ പറയുന്ന എല്ലാ വൃത്തികേടുകൾക്കും കൂട്ടുനിന്നിട്ട് ഒന്നും അറിയാത്ത പോലെ അത് ഞങ്ങളല്ല എന്ന് പറഞ്ഞൊഴിയുകയും ചെയ്യും. ആ ശ്രമത്തിനാണിപ്പോൾ നിയമപരമായ ഒരു തിരിച്ചടി കൂടെ നേരിട്ടിരിക്കുന്നത്. അന്വേഷണം സത്യസന്ധമായി മുന്നോട്ട് പോട്ടെ. ഇത് സൃഷ്ടിച്ചവരെ കൂടെ കേരളീയ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം. ഈ കാലതാമസം ആ സൃഷ്ടാവിനെ കണ്ടെത്തുന്ന കാര്യത്തിൽ തടസ്സമായി മാറണമെന്നാണ് പിണറായി വിജയൻ്റെ പോലീസും ആഗ്രഹിച്ചത്. അല്ലെങ്കിൽ കേരളത്തിലെ പോലീസ് വിചാരിച്ചാൽ 2 ആഴ്ച കൊണ്ട് തീർക്കാവുന്ന ഒരു പണിയെ 2 കൊല്ലം ഇവർ നീട്ടിക്കൊണ്ടുപോയത് എന്തിൻ്റെ പേരിലായിരുന്നു? പക്ഷെ ഒരു കാര്യം ഇപ്പോൾ വടകരയിലെയും കേരളത്തിലെയും ജനങ്ങൾ ഒന്നടങ്കം പറയുന്നുണ്ട്, CPM ഒരു കമ്മ്യൂണൽ പോയ്സൺ ആവാൻ പാടില്ലായിരുന്നു എന്നുള്ളത് ഇപ്പൊ കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം പറയുന്നുണ്ട്. മറ്റു വാർത്തകൾ നോക്കാം ഒറ്റ നോട്ടത്തിൽ. അഷ്ടമിശ്ര സർവീസ് സഹകരണ ബാങ്ക് SSLC അവാർഡ് വിതരണവും SSLCക്ക് 100% വിജയം നേടിയ സ്കൂളുകളെ ആദരിക്കുകയും ചെയ്തു. മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. എല്ലാ വർഷവും ഇത്തരത്തിലുള്ള അവാർഡാണ് ബാങ്കിന്റെ പരിധിയിലുള്ളവരും അതോടൊപ്പം തന്നെ ബാങ്കിലെ മെമ്പർമാരായിട്ടുള്ള അവരുടെ മക്കൾക്കും കൂടി ബന്ധപ്പെട്ടാണ് ഈ അവാർഡാണ് എല്ലാ വർഷവും നടത്താറുള്ളത്. നമ്മുടെ ബാങ്കിനെ സംബന്ധിച്ച് പറയണം, അഷ്ടമിശ്ര സർവീസ് സഹകരണ ബാങ്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ബാങ്ക് നമ്മുടെ മറ്റു പ്രദേശങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ബാങ്കും ഏറ്റവും വലിയ ധനകാര്യ സ്ഥാപനമാണ്. അവര് പാവപ്പെട്ടവർ, അതിന് സമൂഹത്തിന്റെ അടിത്തട്ടിൽ കിടക്കുന്ന പാവപ്പെട്ടവരെ എന്നും നല്ല രീതിയിൽ സഹായിച്ച് പോകുന്ന ഒരു ബാങ്കാണ്. ബാങ്ക് പ്രസിഡന്റ് KV ഡേവിസ് അധ്യക്ഷത വഹിച്ചു. മാള ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിനി ബെന്നി വെമ്പിൽ മുഖ്യാതിഥിയായി. വാർഡ് മെമ്പർ ജയരാജ് വാക്കയിൽ, ഭരണസമിതി അംഗങ്ങളായ VM വത്സൻ, ഉണ്ണിക്കണ്ണൻ KR, പരമു KK, AS ശശിധരൻ, അഖിൽ ബാബു, ബീന സാബു, രേഖ അനിൽകുമാർ, ബാങ്ക് സെക്രട്ടറി NS സനുഷ തുടങ്ങിയവർ സംസാരിച്ചു. കുഴൂർ കൊച്ചുകടവിൽ നിർമ്മാണം പൂർത്തിയായ സ്നേഹഭവനം എന്ന വീടിന്റെ താക്കോൽദാന ചടങ്ങ് റോട്ടറി ക്ലബ്ബ് മാള, കൊച്ചൌസഫ് ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ, ലൈഫ് മിഷൻ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ നടത്തി.
തോപ്പുംതറ സ്വദേശിയായ ഷിനോയ് TS കുടുംബത്തിനെയാണ് വീട് നിർമ്മിച്ചു നൽകിയത്. റോട്ടറി ക്ലബ്ബ് മാളയുടെ GGR പോൾ പാറയിൽ വീടിന്റെ താക്കോൽ കൈമാറി. റോട്ടറി ക്ലബ്ബ് മാളയുടെ ലേണിംഗ് ഫെസിലിറ്റേറ്റർ തോമസ് ചെല്ലക്കുടം, ക്ലബ്ബ് അംഗങ്ങളായ സെബാസ്റ്റ്യൻ UC, ജോർജ് പള്ളിപ്പാട്ട് തുടങ്ങിയവരും നാട്ടുകാരും സുഹൃത്തുക്കളും ചടങ്ങിൽ പങ്കെടുത്തു. സാധു കുടുംബങ്ങൾക്ക് വീടുകൾ നൽകുന്നതിനായി വിവിധ പ്രസ്ഥാനങ്ങളുമായി സഹകരിച്ച് റോട്ടറി ക്ലബ്ബ് മാള നടപ്പിലാക്കി വരുന്ന പദ്ധതിയുടെ ഭാഗമായാണ് ഈ വീട്. ഈ റോട്ടറി വർഷത്തിൽ പദ്ധതിയിലൂടെ നിർമ്മിക്കുന്ന 20 വീടുകളിൽ താക്കോൽ കൈമാറുന്ന 4ാമത്തെ വീടാണിതെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കയ്പമംഗലം ഗ്രാമപഞ്ചായത്തിലെ 19ാം വാർഡിൽ വാടക വീട്ടിൽ ലഹരി നിർമ്മാണവും വിതരണവും നടത്തുന്നതായി പോലീസ് കണ്ടെത്തിയ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ വാർഡ് നിവാസികൾക്ക് ബോധവൽക്കരണം നൽകുന്നതിനായി പ്രത്യേക ഗ്രാമസഭ സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. കയ്പമംഗലം പോലീസ് ഇൻസ്പെക്ടർ TK ബ്രിജിത്ത് മുഖ്യപ്രഭാഷണം നടത്തി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK സക്രിയ, ഹെൽത്ത് ഇൻസ്പെക്ടർ KN മനോജ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് കൊച്ചുവീട്ടിൽ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മണി ഉല്ലാസ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അൻസ മോൾ, പഞ്ചായത്ത് അംഗങ്ങളായ PC മനോജ്, ജിഷ ഉണ്ണികൃഷ്ണൻ, ജിസ്നി ഷാജി തുടങ്ങിയവർ സംസാരിച്ചു. പൊതുസമാധാനത്തിന് ഭീഷണിയായി നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ സ്റ്റേഷൻ റൌഡി ലിസ്റ്റിൽ പേരുള്ള ജിജുവാസ് എന്ന ആളെ കാപ്പ നിയമപ്രകാരം നാടുകടത്തി. ആലത്തൂർ സ്വദേശി ആലത്തൂർ മാരാശ്ശേരി വീട്ടിൽ ജിജുവാസ് എന്ന ആളെയാണ് കാപ്പ ചുമത്തി തൃശൂർ റവന്യൂ ജില്ലയിൽ നിന്ന് 3 മാസക്കാലത്തേക്ക് നാടുകടത്തിയത്. കാപ്പ ചുമത്തുന്നതിലും ഉത്തരവ് നടപ്പാക്കുന്നതിലും കൊടകര പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ജെർലിൻ സക്രിയ, ASI ജ്യോതി ലക്ഷ്മി, GSCPO അഭിലാഷ് എന്നിവർ പ്രധാന പങ്കുവഹിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്ത് വീണ്ടും വൈദ്യുതി നിയന്ത്രണം പ്രഖ്യാപിച്ചു. ജൂൺ 30 വരെ വൈകുന്നേരം 6 മണി മുതൽ രാത്രി 12 മണി വരെ മിതമായ നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് KSEB. സംസ്ഥാനത്ത് കേബിൾ TV സേവനങ്ങളുടെ നിരക്കുകൾ ഉയർത്തുമെന്ന് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ. വർദ്ധിച്ചുവരുന്ന പ്രവർത്തന ചെലവും പേ ചാനൽ നിരക്കുകളിലെ വലിയ വർധനവുമാണ് തീരുമാനത്തിന് കാരണമെന്ന് അസോസിയേഷൻ. കൊടുങ്ങല്ലൂർ നഗരസഭയിൽ LDF കൗൺസിലർമാർ രാപ്പകൽ സമരം ആരംഭിച്ചു. നഗരസഭയിലെ വിവിധ റോഡുകളുടെ നിർമ്മാണത്തിലുണ്ടായ അനാസ്ഥയെ തുടർന്നാണ് പ്രതിഷേധം. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.